നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 236 236. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 11 24 ശ്ലോകമാണ് പറയേണ്ടതെന്ന്. മന്വന്തരേഷു മനവസ്തത് വംശ്യാഋഷയസുരാഃ ഭവന്തി ചൈവ യുഗപത് സുരേശാശ്ചാനുയേ ചതാൻ. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, മന്വന്തരങ്ങളിൽ മനുക്കളും അവരുടെ വംശത്തിലുണ്ടായവരും ഋഷികളും ദേവന്മാരും അവരോടുകൂടിയ ദേവേന്ദ്രന്മാരും യാതൊരുത്തരോ ഏകകാലത്തിൽ തന്നെ ഉണ്ടാകുന്നു. അതായത് ഓരോ യുഗത്തിനും ഓരോ ഇന്ദ്രന്മാരാണ്. അതുകൊണ്ടാണ് അവിടെ ദേവേന്ദ്രന്മാർ എന്ന് ബഹുവചനം പറയാൻ കാരണം. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം, മന്വന്തരങ്ങളിൽ മനുക്കൾ അവരുടെ വംശത്തിൽ ജനിക്കുന്നവർ ഋഷികൾ ദേവന്മാർ ദേവേന്ദ്രന്മാർ അവരുടെ അനുചരന്മാരായ ഗന്ധർവാദികൾ ഇവരെല്ലാം ഏകകാലത്തിലുണ്ടാകും. ഒരു മനുവിൻ്റെ കാലം തുടങ്ങി അടുത്ത മനുവിൻ്റെ കാലം ആരംഭിക്കുന്നതിൽ ഇടയിലുള്ള കാലാവധിക്ക് മന്വന്തരം എന്നു പേർ. ഇതിൽ ഒരു മനു, സ്വയംഭുവൻ എന്നിങ്ങനെ പേരുള്ളവരെ വംശഭവൻ, ഭൂമിയുടെ ഓരോ അംശം പാലിക്കുന്ന മനുപുത്രന്മാരായ രാജാക്കന്മാർ, സപ്തർഷികൾ, ദേവന്മാർ, ദേവേന്ദ്രൻ, ഗന്ധർവാദികൾ, ഇങ്ങനെ 6 സംഘം ചേർന്നിരിക്കുന്ന ഒരു യോഗത്തെ, ഒരു കൂട്ടത്തെയാണ് മന്വന്തര സംജ്ഞയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇതോടുകൂടി ഭഗവാന്റെ അവതാരവും ഉണ്ടാകും. ഇവരിൽ അതാത് ഭൂഭാഗം പാലിപ്പാനുള്ള രാജാക്കന്മാരും ഭാഗവതാവതാരവും ക്രമത്തിലുണ്ടാവും. മറ്റുള്ളവരെല്ലാം ഏകകാലത്തിൽ സംഭവിക്കും. ഈ സംഘമാണ് രാജ്യം പരിപാലിക്കുന്നത്. ഏകശാസനം ആദിയിൽ ഉണ്ടായിരുന്നില്ല എന്ന് അനുമാനിക്കാം. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഏകശാസനം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചിട്ടല്ല സനാതനധർമ്മം ഭരണം ചെയ്യണത്. ഓരോ ദേശങ്ങൾക്കും ഓരോ അധിപന്മാരെ നിയന്ത്രിച്ച് എല്ലാ പ്രഭുക്കളും രാജാക്കന്മാരോട് കൂറ് കാണിച്ച്, എല്ലാ രാജാക്കന്മാരും ചക്രവർത്തിയോട് കൂറ് കാണിച്ച്, എല്ലാ ചക്രവർത്തിമാരും വിരാട് പുരുഷനിൽ എന്താണെന്ന് പറയുക, ലോയൽറ്റി എന്ന് പറയും. മനസ്സിലായില്ലേ? ഇനി 25 ശ്ലോകം നോക്കുക. യേഷ ദൈനംദിന സർഗോ ബ്രഹ്മാസ്ത്രൈലോക്യവർത്തനാം തിര്യഗ്നൃപീതൃദേവാനാം സംഭവോ യത്ര കർമ്മഭീ. അതിൻ്റെ വാക്കാർത്ഥം, ഏത് ത്രിലോകത്തിൻ്റെ ഉൽപ്പത്തിയോടുകൂടിയതും ബ്രഹ്മാവിനെ സംബന്ധിച്ചതായ ദിവസത്തിൽ ഭവിക്കുന്നതുമായ സൃഷ്ടി യാതൊന്നിൽ കർമ്മങ്ങൾ കൊണ്ട് പിതൃദേവാനാം, തിര്യക്കുകൾ മനുഷ്യർ, പിതൃക്കൾ, ദേവന്മാർ ഇവരുടെ ഉൽപ്പത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ, ബ്രഹ്മാവിൻ്റെ എല്ലാ ദിവസത്തിലും അനുവർത്തിക്കുന്നതായ ഈ സൃഷ്ടി ത്രിലോകത്തിൻ്റെ ഉൽപ്പത്തിയോടു കൂടിയതാകുന്നു. ബ്രഹ്മാവിൻ്റെ ഒരു പകൽ കഴിയുമ്പോൾ ത്രിലോകത്തിന് നാശം നേരിടുന്നു. ബ്രഹ്മാവിൻ്റെ രാത്രികാലം കഴിഞ്ഞ് പകൽ ആരംഭിച്ചാൽ വീണ്ടും ത്രിലോകം ഉത്ഭവിക്കുന്നു എന്ന് സാരം. ഇതിന് ദൈനംദിന സൃഷ്ടി എന്ന് പറയും. ദിവസം തോറുമുള്ള നിർമ്മാണം എന്ന് സാരം.
ഇതിൽ അവരവരുടെ കർമാനുസരണം, ഇതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഗംഭീരമായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്താലും നമ്മുടെ മനസ്സ് നിർമ്മലാവാതെ കണ്ട് ഈശ്വര ആരാധനയുടെ പൂർണ്ണ ഫലം കിട്ടില്ല. പിന്നെ ഫലത്തിന് വേണ്ടിയിട്ടൊന്നും ചെയ്യരുത്, നിഷ്കാമമായിട്ട് ചെയ്യണം. ഭക്തി ഫോർ ദി സേക്ക് ഓഫ് ഭക്തി. അതുകൊണ്ട് അവരവരുടെ കർമാനുസരണം പക്ഷി, മൃഗാദികൾ, മനുഷ്യർ, പിതൃക്കൾ, ദേവന്മാർ ഇവരെല്ലാം ഉത്ഭവിക്കുകയും പിന്നെ നശിക്കുകയും ചെയ്യുന്നു എന്ന് പറയണം. അപ്പോൾ സനാതനധർമ്മപ്രകാരം നശിക്കാത്ത വസ്തു ആത്മാവാണ്. അത് എല്ലാ ജീവന്മാരിലും ഉണ്ടേനും. 26ാമത്തെ ശ്ലോകം. മന്വന്തരേഷു ഭഗവാൻ ബിഭ്രൽ സത്വം സമൂർത്തിഭി മന്വാധിപിരിതം വിശ്വം അവത്യുദിത പൗരുഷാം. തൻ്റെ ശരീരങ്ങളിൽ സത്വഗുണത്തെ ധരിച്ചിരിക്കുന്ന ജ്ഞാനസ്വരൂപൻ. സത്വഗുണത്തിലേ ഉള്ളൂ ജ്ഞാനം. രജോ ഗുണത്തിലും തമോ ഗുണത്തിലും ഇല്ല. അപ്പോൾ ആ ഗുണത്തിൻ്റെ പിന്നാലെ ഓടരുത്. ധരിച്ചിരിക്കുന്ന ജ്ഞാനസ്വരൂപൻ, ഭഗവാൻ എന്ന് പറഞ്ഞതിന് എന്താ, ജ്ഞാനസ്വരൂപൻ എന്നാണ്. മനു മുതലായവരോടുകൂടെ പുരുഷവീര്യത്തെ പ്രകാശിപ്പിക്കുന്നവനായിട്ട് മന്വന്തരങ്ങളിൽ ഈ ലോകത്തെ രക്ഷിക്കുന്നു. ഭഗവാൻ രക്ഷിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം. എല്ലാ മന്വന്തരങ്ങളിലും സത്വഗുണപ്രധാനമായ ശരീരത്തെ സ്വേച്ഛയാ ധരിച്ച് ഭഗവാൻ അവതരിക്കും. മനു മുതലായ മന്വന്തരാധിപന്മാരോടുകൂടെ ചേർന്ന് അസാധാരണ പരാക്രമത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് ലോകത്തിൽ ധർമ്മത്തെ നിലനിർത്തി സംരക്ഷിക്കും. ഈ സംഘമാണ് പരിപാലിക്കുന്നതെന്ന് സ്പഷ്ടമായി. ഒരു കൂട്ടം ആൾക്കാരാണ്, ഒരാളല്ല. ഏകഛത്രാധിപതിയായിട്ട് അങ്ങനെ ആരുമില്ല. 27. തമോ മാത്രാമുപാദായ പ്രതിസംരുദ്ധ വിക്രമ കാലേനാനുഗതാശേഷ ആസ്തേ തുഷ്ണീം ദിനാത്യയേ. തമോ ഗുണാംശത്തെ സ്വീകരിച്ചിട്ട് പ്രതിസംരുദ്ധ വിക്രമ, പ്രതിസംഹരിക്കപ്പെട്ട വ്യാപാരത്തോടു കൂടിയവനായിട്ട് കാലത്താൽ തന്നിൽ അടങ്ങിയ സർവത്തോടും കൂടിയവനായിട്ട് ദിവസാവസാനത്തിൽ മിണ്ടാതെ കിടക്കുന്നു. കർമ്മം കഴിഞ്ഞാൽ പിന്നെ കുറച്ച് റെസ്റ്റും വേണ്ട എല്ലാവരും. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം. ബ്രഹ്മാവിൻ്റെ പകൽ സമയത്തിലുള്ള വ്യാപാരത്തെ വിവരിച്ച ശേഷം രാത്രി സമയത്തിലെ സ്ഥിതിയെ പറയുന്നു. രാത്രിയായാൽ തമോ ഗുണലേശത്തെ അംഗീകരിച്ചിട്ട് വിശ്വസ്വർഗമാകുന്ന പ്രവൃത്തിയെ നിർത്തും. സകലത്തെയും തന്നിൽ ലയിപ്പിക്കുന്നതിന് കാലശക്തിയും സഹായിക്കും. എല്ലാം ഉള്ളിലടക്കിക്കൊണ്ട് നിദ്രയെ അംഗീകരിക്കും. സംശുദ്ധമായ അവസ്ഥയിൽ ആരോടും വഴക്കിടരുത് കിടക്കണതിൻ്റെ മുമ്പ്. 28. തമേവാന്യപിധീയന്തേ ലോകാദ്ഭൂരാദയസ്ത്രയാ നിശായാമനുവൃത്തായാം നിർമുക്ത ശശിഭാസ്കരം. ഭൂമി മുതലായ 3 ലോകങ്ങളും സൂര്യചന്ദ്രന്മാരോട് കൂടാതാകത്തക്കവണ്ണം, അതായത് സൂര്യനും ചന്ദ്രനും ഇല്ലാത്ത കൂട്ടത്തിൽ രാത്രി തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അവനെ തന്നെ അനുസരിച്ച് ലയിക്കുന്നു. അതായത് സ്വയം യാതൊരു ക്ഷോഭവും ഇല്ലാണ്ട് തന്നിൽ തന്നെ അടങ്ങിയിരിക്കണം എല്ലാം എന്നർത്ഥം. അതിൻ്റെ ഭാവാർത്ഥം. രാത്രിയിൽ ഭൂലോകം, ഭുവർലോകം, സ്വർലോകം എന്ന 3 ലോകങ്ങളും ആ ലോകങ്ങൾക്ക് വെളിച്ചം നൽകുന്ന സൂര്യചന്ദ്ര നക്ഷത്രാദികളും ഭഗവാന്റെ അന്തർഭാഗത്തിൽ ലയിക്കുന്നു. സൂര്യനും ചന്ദ്രനും കൂടി. 29. ത്രിലോക്യാം ദഹ്യമാനായാം ശക്ത്യാ സംഘർഷണാഗ്നിന യാന്ത്യുഷ്മണാമഹർലോകാ ജനംബ ഭൃഗ്വാദയോ അർദ്ധിതാഹ. ശക്തിസ്വരൂപമായ ആദിശേഷമുഖാഗ്നിയാൽ 3 ലോകം ദഹിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉഷ്ണത്താൽ പീഡിക്കപ്പെട്ടവരായ ഭൃഗു മുതലായവർ മഹർലോകത്തിൽ നിന്ന് ജനർലോകത്തെ യാനം ചെയ്യുന്നു. അതായത് അവിടുന്ന് ഇവിടേക്ക് വരുന്നു എന്ന് പറയുന്നു. അതിന് ഭാവാർത്ഥം. ത്രിലോകം നശിക്കുന്നത് എങ്ങനെ എന്നതിനെ വിവരിച്ചുകൊണ്ട്
ത്രിലോകത്തിൽ നിന്ന് പുറമേ ഇരിക്കുന്ന സിദ്ധന്മാരുടെ അപ്പോഴത്തെ സ്ഥിതിയെ ബോധിപ്പിക്കുകയാണ്. ത്രിലോകം നശിക്കുവാനുള്ള അവസരം എത്തുമ്പോൾ ആദിശേഷമുഖത്തിൽ നിന്ന് അഗ്നിജ്വാല മേൽപോട്ട് വ്യാപിക്കും. അതികഠിനമായ ആ ഉഷ്ണത്താൽ ത്രിലോകവും ദഹിച്ചു പോകും. ആ അഗ്നിജ്വാലയുടെ വ്യാപ്തി മഹർലോകത്തിലെത്തും. അപ്പോൾ അവിടെയിരിക്കുന്ന ഭൃഗു മുതലായ സിദ്ധന്മാർ ആ ലോകത്തിൽ നിന്ന് ജനർലോകത്തിലേക്ക് പോകും. ഇതാണ് അതിൻ്റെ സീക്വൻസ്. 30. താവത് ത്രിഭുവനം സദ്യ കൽപ്പാന്തേധിത സിന്ധവാ പ്ലാവയത്യുത്കടാടോവ ചണ്ഡവാദേരിതോർമയ. ശ്ലോകം. ഇനി അതിൻ്റെ വാക്കാർത്ഥം. ഉത്കടമായ ആടോപത്തോടും, അതായത് ക്ഷോഭം എന്നർത്ഥം, കഠിനവായുവിനാൽ വർദ്ധിപ്പിക്കപ്പെട്ട തിരമാലകളോടും കൂടിയ കൽപ്പാന്തത്തിൽ വർദ്ധിച്ചിരിക്കുന്ന സമുദ്രങ്ങൾ അപ്പോൾ പെട്ടെന്ന് ത്രിഭുവനത്തെ മുക്കും. നൈമിത്തിക പ്രളയം എന്നൊക്കെ പറയും, മഹാപ്രളയം എന്നൊക്കെ പറയും. അധികം കലങ്ങി മറിഞ്ഞും വമ്പിച്ച തിരമാലകളോടുകൂടിയും ഇരിക്കുന്ന സമുദ്രങ്ങൾ കൽപ്പാന്തകാലത്തിൽ ഒന്നോടൊന്ന് ചേർന്ന് എങ്ങും ജലങ്ങൾ വർദ്ധിച്ച് 3 ലോകത്തെയും അടിയിൽ താഴ്ത്തും. സമുദ്രങ്ങൾ വർദ്ധിച്ച് 3 ലോകവും കാണാൻ കഴിയാത്ത വിധം ജലമയമായി തന്നെ ഇരിക്കും എന്ന് മനസ്സിലാക്കാം. 31. അന്തസ്സതസ്മിൻ സലില അസ്തേ അനന്താസനോഹരി യോഗനിദ്രാനിമീലാക്ഷാസ്തൂയമാനോ ജനാലയൈ. ആ ജലമധ്യത്തിൽ ആദിശേഷനാകുന്ന ഇരിപ്പിടത്തോടു കൂടിയ ആ ശ്രീനാരായണൻ യോഗനിദ്രയിൽ നിമീലനം ചെയ്യപ്പെട്ട കണ്ണുകളോടുകൂടിയവനായിട്ടും ജനലോകത്തിലിരിക്കുന്നവരാൽ സ്തുതിക്കപ്പെടുന്നവനായിട്ടും ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനെ കണ്ടാലും ശരി കണ്ടില്ലെങ്കിലും ശരി സ്തുതിക്കേണ്ടവർ സ്തുതിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ആ സ്തുതി വിശേഷങ്ങളാണ് അവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ. അതിൽ ഒന്നുകൂടി പറയണ്ട. ആ കൽപ്പാന്ത ജലമധ്യത്തിൽ ആദിശേഷനാകുന്ന ശയ്യയിൽ യോഗനിദ്രയെ, ഈ യോഗനിദ്ര എന്ന് പറഞ്ഞാൽ സ്വരൂപാനന്ദത്തെ അനുഭവിച്ചുകൊണ്ടും ജനലോകത്തിലിരിക്കുന്ന സനകാദി മഹർഷിമാരാൽ സ്തോത്രം ചെയ്യപ്പെടുന്നവനുമായിട്ട് ശ്രീഹരി ശയിക്കുന്നു. 32. ഏവം വിധൈരഹോരാത്രേ കാലഗത്യോപലക്ഷിതൈ അപക്ഷിതം ഇവാസ്യാവേ പരമായുർവയശതം. കാലഗതി കൊണ്ട് ഉപലക്ഷിക്കപ്പെടുന്ന ഇപ്രകാരമുള്ള പകൽ സമയങ്ങളാലും രാത്രി സമയങ്ങളാലും ഈ ദേവൻ്റെയും അത്യധികമായ ആയുസ്സാകുന്ന 100 വർഷം ഉപക്ഷീണമെന്ന പോലെ ഇരിക്കുന്നു. ഒരു പ്രശ്നമില്ല. എന്നിട്ടോ അതിൻ്റെ ഭാവാർത്ഥം. പരമാണു മുതൽ സംവത്സരം വരെയുള്ള കണക്കും ഇപ്രകാരം യുഗങ്ങളും കണക്കുപ്രകാരം ഇപ്രകാരം യുഗങ്ങളും 1000 ചതുരികകാല പ്രമാണമാകുന്ന ബ്രഹ്മാവിൻ്റെ പകൽ സമയങ്ങളും അത്ര തന്നെയുള്ള രാത്രി സമയങ്ങളും കഴിഞ്ഞു. പുരുഷായുസ്സിനെ അപേക്ഷിച്ച് എത്രയോ അധികമായിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ പരമായുസ്സായ 100 വർഷവും ക്രമത്തിൽ ക്ഷയിച്ചു പോകുന്നു എന്ന് പറഞ്ഞു. 33. യഥാർത്ഥമായുസ്തസ്യ പരാർത്ഥം അഭിധീയത്തെ പൂർവപരാർത്ഥോ അപക്രാന്തോ ഹി അപരോ അദ്യ പ്രവർത്തതേ. അവൻ്റെ ആയുസ്സിൻ്റെ പകുതി യാതൊന്നോ പരാർത്ഥം എന്ന് പറയപ്പെടുന്നു. പൂർവപരാർത്ഥം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പരാർത്ഥം കഴിഞ്ഞു, രണ്ടാമത്തേത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ബ്രഹ്മാവിൻ്റെ ആയുസ്സിൻ്റെ അർദ്ധഭാഗത്തിന് പരാർത്ഥം എന്നു പേർ. ആദ്യത്തെ പരാർത്ഥം കഴിഞ്ഞു പോയി, ഇപ്പോൾ അവസാനത്തെ പരാർത്ഥമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 34-ാമത്തെ ശ്ലോകം. പൂർവസ്യാദോ പരാർദ്ധസ്യാം ബ്രാഹ്മോ നാമ മഹാനഭൂത്
കൽപ്പോ യത്ര ഭവത് ബ്രഹ്മാ ശബ്ദ ബ്രഹ്മേദയം വിദു. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം ആദ്യമായ പരാർത്ഥത്തിൻ്റെ ആദിയിൽ ബ്രാഹ്മമെന്നു പേരായ മഹാകൽപ്പം ഉണ്ടായി. യാതൊന്നിൽ ബ്രഹ്മാവുണ്ടായി. യാതൊരുവനെ പറയപ്പെടുന്നു. വേദമയം. അതിൻ്റെ ഭാവാർത്ഥം പറയുമ്പോൾ ബ്രഹ്മാവിൻ്റെ ദിവസാവസാനങ്ങളിലെല്ലാം പ്രളയമുണ്ടാകുന്നു. ഈ രാത്രി എന്നുള്ളതിനാണ് അവിടെ പ്രളയം എന്ന് പറഞ്ഞുവല്ലോ. ആ പ്രളയങ്ങളെ മുഴുവനും നിരൂപണം ചെയ്യുന്നത് അസാധ്യമാകയാൽ ചിലതിനെ നിരൂപണം ചെയ്യുന്നു. എല്ലാം നിരൂപണം ചെയ്യാൻ പറ്റില്ല. ഇതുമുതൽ 3 പദ്യം പ്രളയങ്ങളുടെ നാമധേയങ്ങളും സ്വരൂപങ്ങളുമാണ്. ഒന്നാമത്തെ പരാർത്ഥത്തിൻ്റെ ആദിയിൽ കഴിഞ്ഞ കൽപ്പത്തിന് ബ്രാഹ്മകൽപ്പം എന്നു പേർ. അപ്പോഴാണ് ശബ്ദമയ ബ്രഹ്മം വേദമുണ്ടായത്. വേദമുണ്ടായത് എപ്പോഴാണ്? ബ്രാഹ്മകൽപ്പത്തിൽ ശബ്ദമയ ബ്രഹ്മം ഉണ്ടായത്. അതുകൊണ്ടാണ് തന്നെ ബ്രാഹ്മം എന്നു പേർ വന്നത്. 35 തസ്സൈവ ചാൻ അന്തേ കൽപ്പോ അഭൂദ്യം പാത്മമഭിചക്ഷതേ യദ്ധരേർനാഭിസരസ ആസീലോകസരോരുഹം. അതിൻ്റെ തന്നെ അവസാനത്തിലും കൽപ്പം ഭവിച്ചു. യാതൊന്നിനെ പാത്മം എന്ന് പറയുന്നു. യാതൊന്നിൽ ഹരിയുടെ നാഭിയാകുന്ന സരസിൽ നിന്ന് ലോകമയമായ താമര ഉണ്ടായി. ലോകമയമായ താമര, ലോകങ്ങളെന്നർത്ഥേ. താമര എന്ന് ഒരു വിശേഷണം, അത്രയേ ഉള്ളൂ. ഇനി അതിൻ്റെ ഭാവാർത്ഥം, അതേ പരാർത്ഥം അവസാനിക്കുമ്പോഴും കൽപ്പമുണ്ടായി. അതിന് പാത്മകൽപ്പം എന്ന് പറയും. ആ കൽപ്പത്തിൽ ശ്രീഹരിയുടെ നാഭിയാകുന്ന സരസിൽ നിന്ന് ലോകമയമായ താമരയുണ്ടായി, ലോകമുണ്ടായി. അതുകൊണ്ടാണ് പാത്മകൽപ്പം എന്ന് പറയുന്നത്. പത്മം എന്ന് പറഞ്ഞാൽ താമര. പത്മം ഏതു കാലത്തിലുണ്ടായോ ആ കൽപ്പം പാത്മം. 36 ശ്ലോകം. അയം തു കഥിത കൽപ്പോ ദ്വിതീയസ്യാഭിഭാരത വരാഹ ഇതി വിഖ്യാതോ യത്രാസീൽ സുഗരോഹരി. ഹേ ഭരതകുലത്തിൽ ഉൽപ്പന്നമായവനെ, ഈ കൽപ്പമാകട്ടെ രണ്ടാമത്തെ പരാർത്ഥത്തിൻ്റെ ആദിയിൽ പറയപ്പെട്ടിരിക്കുന്നു. വരാഹം എന്ന് സുപ്രസിദ്ധമാകുന്നു. യാതൊന്നിൽ ഭഗവാൻ പന്നിയായി അവതരിച്ചു. വരാഹാവതാരം. അതിൻ്റെ ഭാവാർത്ഥം, കാലോ അയം, ഞാൻ കാലമാണ്. കാലോ അയം ദ്വിപുരാർത്ഥാഖ്യോ നിമേഷ ഉപചര്യതേ അവ്യാകൃതസ്യ അനന്തസ്യ അനാദേർ ജഗദാത്മനാം. 2 പരാർത്ഥം എന്നു പേരോടുകൂടിയ ഈ കാലം ആദിയോടുകൂടാതെയും അന്തരത്തോടുകൂടാതെയും ലോകസ്വരൂപമായിരിക്കുന്ന അക്ഷരപരബ്രഹ്മത്തിൻ്റെ നിമിഷമായിട്ട് ഉപചരിക്കുന്നു. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം, ആദിയും അവസാനവുമില്ലാതെ ജഗത്സ്വരൂപമായിരിക്കുന്ന അക്ഷരബ്രഹ്മത്തിൻ്റെ നിമേഷകാലമായിട്ട് ഈ ദ്വിപുരാർത്ഥകാലത്തെ ഗണിക്കാം. ബ്രഹ്മാവിൻ്റെ പരമായുസ് വരെയുള്ള കാലത്തെ ഗണിച്ചതുപോലെ അക്ഷരപരബ്രഹ്മത്തിൻ്റെയും ആയുസ്സിനെ കേൾക്കണമെന്ന് ആഗ്രഹിക്കേണ്ട. ജഗദ്ദാതാവായ അക്ഷരപരബ്രഹ്മം ആദ്യന്തരഹിതമാകയാൽ, ആദ്യമില്ല അവസാനമില്ല, ആയുർമാനം അശക്യമാണെന്ന് ബോധിപ്പിക്കുവാനാണ് ഇങ്ങനെ പറഞ്ഞത്. അതിനുള്ള എഫർട്ട്സ് ചെയ്യണത് ഫലവത്തല്ല. അതുകൊണ്ടല്ലേ. 38 ഈ അധ്യായം അടുത്ത 4 ശ്ലോകങ്ങൾ കൊണ്ട് അവസാനിക്കും. അപ്പോൾ 38 ഇനി 39, 40, 41. കാലോയം പരമാണു ആദിർദ്വിപരാർത്ഥാന്ത ഈശ്വര നൈവേഷിതം പ്രഭുർഭൂംന ഈശ്വരോ ധാമമാനിനാം.
അതിൻ്റെ വാക്കാർത്ഥം പറയണു, പരമാണു ആദിയായും ദ്വിപരാർത്ഥം അവസാനമായും ഇരിക്കുന്നതും ഗൃഹാദികളിൽ അഭിമാനമുള്ളവരുടെ, ഗൃഹാദികളിൽ അഭിമാനം പാടില്ല എന്നാണ് പറയണത്. അപ്പോൾ ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ മോക്ഷം കിട്ടൂല. അപ്പോൾ അഭിമാനമുള്ളവരുടെ നിയന്താവായുമിരിക്കുന്ന ഈ കാലം പരിപൂർണ ബ്രഹ്മത്തിൻ്റെ നിയമത്തിനായിക്കൊണ്ട് സമർത്ഥനല്ല എന്ന് പറയുണ്ടായി. ഇനി അതിൻ്റെ ഭാവാർത്ഥം, പരമാണു മുതൽ ദ്വിപരാർത്ഥം വരെയുള്ള കാലസ്വരൂപനായ ഈശ്വരൻ സ്ഥാനങ്ങളിലും ശരീരങ്ങളിലും അഭിമാനിക്കുന്നവരായ ബ്രഹ്മവാദികളുടെ അവസാനത്തെ വരുത്തുന്നതിന് സമർത്ഥനാകുന്നുവെങ്കിലും പരിപൂർണ ബ്രഹ്മത്തെ ബാധിപ്പാൻ സമർത്ഥനല്ല. ഇനിയിപ്പോൾ എന്താ പറയുക? അതിനാൽ പരിപൂർണം കാലശക്തിയെ അതിക്രമിച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞു. ഇനി 39, 40, 41 3 ശ്ലോകങ്ങളും ഒന്നായിട്ട് പോകും. അതോടുകൂടി ഈ അധ്യായം കഴിയും. വികാരേ സഹിതോ യുക്തൈർവിശേഷാധിഭിരാവൃത ആണ്ഡകോശോ ബഹിരയം പശ്ചാഷത്കോടി വിസ്തൃത ദശോത്തരാധിക്യരത്ര പ്രവിഷ്ടപരമാണുവത് ലക്ഷ്യത്തെ അന്തർഗതാശ്ചാന്യേ കോടിശോ ഹി അന്തരാശയ തദാഹുരക്ഷരം ബ്രഹ്മ സർവകാരണകാരണം വിഷ്ണോർധാമ പരം സാക്ഷാൽ പുരുഷസ്യ മഹാത്മന. ഇതാണ് ശ്ലോകം. ഇനി അതിൻ്റെ 3 കൂടിയിട്ടൊരു വാക്കാർത്ഥം പറയുന്നുണ്ട്. പ്രകൃതിയുടെ വികാരങ്ങളോട് കൂടിയതും അന്യോന്യം ചേർന്നും 10 ഇരട്ടി ഒന്നിനൊന്ന് അധികരിച്ചതുമായ വിശേഷാദികളാൽ ചുറ്റപ്പെട്ടതും പുറമേ 50 കോടി യോജന വിസ്താരമുള്ളതുമായ ഈ അണ്ഡകോശം യാതൊന്നിൽ പരമാണുവെന്ന പോലെ പ്രവേശിക്കപ്പെട്ടതായിട്ട് കാണപ്പെടുന്നു. ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന കോടി അണ്ഡസമൂഹങ്ങൾ കാണപ്പെടുന്നുണ്ട്. മഹാപുരുഷനായ വിഷ്ണുവിൻ്റെ പ്രത്യക്ഷമായ പരമാധിഷ്ഠാനവും സകല കാരണദ്രവ്യങ്ങളുടെയെല്ലാം മൂലകാരണവുമായ അക്ഷരബ്രഹ്മം അതാണെന്ന് അറിഞ്ഞവർ പറയുന്നു. അറിയാത്തവർ പിന്നെന്താ പറയാനുള്ളത്? അതിൻ്റെ ഗൗരവമായിട്ടുള്ള ഭാവാർത്ഥം ശ്രദ്ധിക്കുക. അക്ഷരപരബ്രഹ്മം സർവത്ര പരിപൂർണമായിരിക്കുന്നതാകയാൽ കാലദേശ വസ്തു പരിച്ഛേദം ഇല്ലാത്തതാണെന്ന് ഉപദേശിച്ചുകൊണ്ട് പ്രകൃതത്തെ ഉപസംഹരിക്കുന്നു. റൗണ്ട് ചെയ്യണം. ഭൂമിയാദി പഞ്ചമഹാഭൂതങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 മനസ്സ് എന്നിവ കൂടി 11 ഇന്ദ്രിയങ്ങൾ, പ്രകൃതി, മഹത്വത്വം, അഹങ്കാരതത്വം, ശബ്ദാദികളായ തന്മാത്രകൾ 5ഉം കൂടെ 8 തത്വങ്ങൾ, ആകെ 24 തത്വങ്ങൾ അടങ്ങിയിരിക്കുന്നതും അവയാൽ നിർമ്മിക്കപ്പെട്ട സകലവും ഉൾപ്പെട്ടിരിക്കുന്നതും 50 കോടി യോജന വിസ്താരമുള്ളതുമായ ആണ്ഡകോശവും അതിനെ ചുറ്റിയിരിക്കുന്നതും ഉത്തരോത്തരം 10 ഇരട്ടി അധികരിച്ചിരിക്കുന്നതുമായ ഭൂമിയാദികളായ 7 ആവരണങ്ങളോടുകൂടിയും ഇരിക്കുന്ന അനന്തം അണ്ഡസമൂഹങ്ങൾ ഏതൊന്നിൽ പരമാണുപ്രായമായി ലയിക്കുന്നുവോ സർവകാരണങ്ങൾക്കും പരമകാരണമായിരിക്കുന്ന യാതൊന്നോ സാക്ഷാൽ പുരുഷോത്തമൻ്റെ പ്രകാശസ്ഥാനമായിരിക്കുന്ന അതിനെ അക്ഷരബ്രഹ്മം എന്ന് പറയുന്നു. അതിനേക്കാൾ മഹത്തായ വസ്തു മറ്റ് യാതൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ 11ാമത്തെ അധ്യായം തൃതീയ സ്കന്ധം അവസാനിക്കുന്നത്. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ തൃതീയസ്കന്ധേ ബന്ധസർഗനിരൂപണ പ്രകരണേ കാലസ്വരൂപനിരൂപണം നാമ ഏകാദശോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി നമുക്ക് പെട്ടെന്ന് അടുത്ത അധ്യായത്തിലേക്ക് പോവാം.
12-ാം അധ്യായത്തിലേക്ക്. ഇതിപ്പോൾ 11ആണല്ലോ കഴിഞ്ഞത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം 3ാം സ്കന്ധം 12-ാം അധ്യായം. മൈത്രേയ ഉവാച ഇതി തേ വർണ്ണിതക്ഷത്താകാലാഖ്യ പരമാത്മന മഹിമാ വേദഗർഭോ അത യഥാ സ്രാക്ഷേ നിബോധമേ. അല്ലയോ വിതുര, പരമാത്മാവിൻ്റെ കാലമെന്നു പേരായ മാഹാത്മ്യം ഇപ്രകാരം അങ്ങയോട് വർണ്ണിച്ചു. അനന്തരം ബ്രഹ്മാവ് എങ്ങനെ സൃഷ്ടി ചെയ്തുവെന്നതിനെ എന്നിൽ നിന്ന് ധരിച്ചു കൊള്ളുക, കേട്ടുകൊള്ളൂ എന്നാണ് പറഞ്ഞത്. മൈത്രേയൻ പറഞ്ഞു, ഹേ വിതുര, പരമാത്മാവിൻ്റെ കാലം എന്നു വ്യവഹരിക്കപ്പെടുന്ന മഹിമയോടുകുറിച്ച് അങ്ങയോട് ഇപ്രകാരം വിവരിച്ചു കഴിഞ്ഞു. ഇനി ബ്രഹ്മദേവൻ പ്രജകളെ സൃഷ്ടിച്ച രീതിയെ പറയാം. സാവധാനത്തിൽ കേട്ടുകൊള്ളുക. എന്തിനാണ് സാവധാനത്തിൽ കേട്ടുകൊള്ളണത്? മനസ്സ് നിറയാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പറയണു 2-ാമത്തെ ശ്ലോകം. സസർജാഗ്രേ അന്തതാമിശ്രം അധതാമിശ്രമാധികൃത് മഹാമോഹം ച മോഹം ചാട്ടം തമശ്ച അജ്ഞാനവൃത്തയാം. സൃഷ്ടാവ് ആദ്യത്തിൽ അന്തതാമിശ്രത്തെയും പിന്നെ താമിശ്രത്തെയും മഹാമോഹത്തെയും മോഹത്തെയും തമസ്സിനെയും സൃഷ്ടിച്ചു. അജ്ഞാനവൃത്തയ, അറിവില്ലായ്മയുടെ പ്രവർത്തികളാണ് ഇവ. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുന്നുണ്ട്. ആദിയിൽ അന്തതാമിശ്രം, താമിശ്രം മഹാമോഹം, മോഹം അന്ധകാരം, അജ്ഞാനം, അന്ധകാരത്തിനാണ് അജ്ഞാനം എന്നും പറഞ്ഞത്, എന്നു പറയപ്പെടുന്ന അജ്ഞാനവൃത്തികളെയാണ് ബ്രഹ്മാവ് സൃഷ്ടി ചെയ്തത്. സച്ചിത് ആനന്ദം എന്ന ആത്മസ്വരൂപത്തെ മറയ്ക്കുന്ന വൃത്തിക്ക് തമസ് എന്ന് പറയും. അവരവരിലെ തമസ്, എല്ലാവരിലും ഇല്ല. ദേഹം, ഇന്ദ്രിയങ്ങൾ, അന്ധകരണം ഇവയിൽ ഞാനെന്നുള്ള ബുദ്ധിയാണ് മോഹം. വിഷയഭോഗങ്ങളെ അനുഭവിപ്പാനുള്ള താൽപ്പര്യം മഹാമോഹം. ആഗ്രഹിച്ച വിഷയഭോഗത്തിന് തടസ്സം ചെയ്യുന്നവരിൽ ഉണ്ടാകുന്ന ക്രോധത്തിന് താമിശ്രം എന്ന് പേര് പറയും. വിഷയങ്ങളുടെ നാശം സംഭവിക്കുമ്പോൾ താൻ തന്നെ നശിച്ചുപോയി എന്ന് തോന്നുന്ന വിചാരമാണ് അന്ധതാതാമിശ്രം. ഈ 5 വൃത്തികളെയാണ് ആദ്യം സൃഷ്ടിച്ചത്. ഈ വൃത്തികൾ അവിദ്യയുടെ ശാഖകളാകുന്നു. ഇവയില്ലെങ്കിൽ ലോകത്തിന് ആസ്പദമില്ലാതെയായി. ആത്മാവിൻ്റെ പരമാർത്ഥം അറിഞ്ഞവർക്ക് ലോകമില്ലല്ലോ. ആത്മാവ് മാത്രമേയുള്ളൂ, സർവത്ര ആത്മാവാണ്. അതുകൊണ്ട് ലോക സൃഷ്ടിക്ക് ഉദ്യമിച്ച ബ്രഹ്മദേവൻ ഈ 5 വൃത്തികളെ ജനിപ്പിച്ചതിൽ അതിശയമോ അയുക്തിയോ ലേശം ഇല്ലെന്ന് ഊഹിക്കുന്നവർക്കറിയാം. അജ്ഞാനം ലോകകാരണം എന്നുറപ്പിച്ചു. ലോകം ഉണ്ട് എന്നുള്ളത് പറയാനാണ് അജ്ഞാനം എന്ന് പറഞ്ഞത്. 3-ാമത്തെ ശ്ലോകം. ദൃഷ്ട്വാ പാപീയസീം സൃഷ്ടിം ന ആത്മാനം ബഹുമന്യത ഭഗവദ്ധ്യാനഭൂതേന മനസ്സാന്യാം സ്തതോ അസൃജത്. അധികം പാപഹേതുവായ സൃഷ്ടിയെ ആലോചിച്ചിട്ട് ആത്മാവിനെ സ്വയം ബഹുമാനിച്ചില്ല. ഭഗവദ്ധ്യാനഭൂതേന, ഭഗവദ്ധ്യാനത്താൽ ശുദ്ധമായിരിക്കുന്ന മനസ്സുകൊണ്ട് അന്യന്മാരെ പിന്നെ സൃഷ്ടിച്ചു എന്ന് പറയണം. ഇനി നമുക്ക് അതിൻ്റെ ഒരു ഭാവാർത്ഥം പറയണം. അജ്ഞാനവൃത്തികൾ ജീവന്മാരെ നരകത്തിൽ പതിപ്പിക്കുന്നവയാണ്. ആകയാൽ ആ സൃഷ്ടിയെക്കുറിച്ച് പര്യാലോചന ചെയ്തപ്പോൾ ബ്രഹ്മദേവൻ സന്തുഷ്ടനായില്ല. ഉടനെ ഭഗവാനെ അധികമായി ധ്യാനിച്ചു. നമ്മൾക്കും ഒരു കാര്യം നടന്നില്ലെങ്കിൽ ഭഗവാനെ പ്രത്യക്ഷത്തിലാക്കാൻ തപസ് ചെയ്യാൻ നിവൃത്തിയുള്ളൂ, സംശുദ്ധ മനസ്സോട് കൂടിയിട്ട്. മനസ്സിന് പൂർവാധികമായി ശുദ്ധി ജനിച്ചു. ആ മനസ്സുകൊണ്ട് അജ്ഞാനവൃത്തികളെ നശിപ്പിക്കുന്നവരെയും സൃഷ്ടിച്ചു. ആരേനെ? മനസ്സുകൊണ്ട് അജ്ഞാനവൃത്തികളെ നശിപ്പിക്കുന്നവരെയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു.
ഇനി 4-ാമത്തെ ശ്ലോകം. സനകം ച സനന്ദം ച സനാതനം മധാത്മഭൂ സനൽകുമാരം ച മുനി ഉദ്ധരേതസാം. ബ്രഹ്മാവ് പ്രവൃത്തി മാർഗത്തിൽ നിന്ന് വിട്ടവർ ഊർധരേതസ ഇന്ദ്രിയങ്ങളെ ജയിച്ചവരാണ് എന്ന് പറയണം. അപ്പോൾ പറയുന്നുണ്ട്, ബ്രഹ്മാവ് പ്രവൃത്തി മാർഗത്തിൽ നിന്ന് വിട്ടവൻ, ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ. ഇനി അതിൻ്റെ ഭാവാർത്ഥം. ബ്രഹ്മാവ് സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ എന്നിവരെ സൃഷ്ടിച്ചു. ധർമ്മം, അർത്ഥം, കാമം എന്നീ 3 പുരുഷാർത്ഥങ്ങളെ, ധർമ്മം, അർത്ഥം, കാമം എന്നീ 3 പുരുഷാർത്ഥങ്ങളെ സമ്പാദിക്കുവാൻ ഉപകരിക്കുന്ന പ്രവർത്തികളെ വിട്ടവരും ഇന്ദ്രിയങ്ങളെ ജയിച്ചവരുമായിരുന്നു അവർ. ഇവരെ മാനസപുത്രന്മാരെന്നു പറയും. കൽപ്പം തോറും ഇവരെ സൃഷ്ടിക്കുകയില്ല, ഇവർ നാശമില്ലാത്തവരാകുന്നു എന്ന് പറഞ്ഞു. അവിടെ നിർത്താം. 5-ാമത്തെ ശ്ലോകം നമ്മൾക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.